ഹായ് ഗൈസ്, ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം. ഞാൻ എപ്പിസോഡ്സ് കാണുന്നത് തന്നെ ഇപ്പോഴാണ്, ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ ഗ്യാപ്പ് വന്നിട്ടും കളഞ്ഞിട്ട് പോയിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വലിയൊരു താങ്ക്സ്. എന്തായാലും ഇനി മാക്സിമം ഗ്യാപ്പ് വരാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് നിഞ്ച കാമുയി എപ്പിസോഡ് 9 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എപ്പിസോഡ് 10ൻ്റെയും 11ൻ്റെയും എക്സ്പ്ലനേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 10ാമത്തെ എപ്പിസോഡിൽ സായയുടെ കുറച്ച് ബാക്ക് സ്റ്റോറി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവനും ഹിഗാനുമായിട്ടുള്ള ബന്ധവും പിന്നെ അവൻ എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയാണ് ഇതിലോട്ടൊക്കെ എത്തിയത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അവൻ്റെ കുട്ടിക്കാനം കാണിച്ചുകൊണ്ടാണ്. കുറെ കുട്ടികളെയൊക്കെ ഒരു ഷെഡിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഹ്യൂമൻ ട്രാഫിക് ആണെന്ന് തോന്നുന്നു. അവിടെ യാമാജിയും കുറച്ച് നിഞ്ചാസും വന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. സായ് ആദ്യം യാമാജിയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ട് യാമാജി അവനെ കൂടെ കൂട്ടും. അങ്ങനെയാണ് സായ് നിഞ്ച ഓർഗനൈസേഷനിൽ എത്തിപ്പെടുന്നത്. പ്രസന്റ് ടൈമിലേക്ക് വരുവാണെങ്കിൽ ഹിഗാനും മൈക്കും യമയുടെ ബോഡി കുഴിച്ചിട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജെയ്സൺ പറയുന്നത് ഓസയെക്കുറിച്ച് അവൾ ശേഖരിച്ച് വെച്ച ഡേറ്റ എല്ലാം യമ ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ്. ഇനി അത് ക്രാക്ക് ചെയ്തെടുക്കുന്നത് കുറച്ച് പാടാണ്. അത് ക്രാക്ക് ചെയ്ത് അവരുടെ കള്ളത്തരങ്ങളെല്ലാം മീഡിയയ്ക്ക് ലീക്ക് ചെയ്ത് കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരെ പറ്റിയുള്ള ന്യൂസ് വരും. ഇവർ ടെററിസ്റ്റ് ആണെന്നും ഓസയുടെ പവർ പ്ലാന്റ് ഇവർ തകർത്തെന്നുമൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ പ്ലാൻ പൊളിഞ്ഞു. മീഡിയ മൊത്തം ഓസ കയ്യിലെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്തൊക്കെ ലീക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് മൈക്ക് അവിടെ നിന്ന് പോകും. അപ്പോൾ തന്നെ അവിടെ ഒരു കാക്ക വരും. സായി അയച്ച മെസ്സേജുമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഹിഗാനെ ഒരു ഫൈറ്റിനായി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ് സായി. പിന്നെ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവരുടെ ട്രെയിനിങ് സമയത്ത് സായി, ഹിഗാൻ, മാരി ഇവർ 3 പേര് മാത്രമാണ് നിഞ്ച ആവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവസാനത്തെ ടെസ്റ്റിനായി ഇവരെ 3 പേരെയും ഒരു മിഷൻ അയക്കും. അവിടെ വെച്ചാണ് ഇവർ 3 പേരും കമ്പനിയായി തുടങ്ങുന്നത്. അതുവരെ സായി ഒരു ഒറ്റയാനായിട്ടുള്ള ഒരു നടത്തമായിരുന്നു. ആരുമായിട്ടും കൂട്ടുകൂടാനൊന്നും പോയിട്ടേ ഇല്ല. അവൻ്റെ കാര്യം മാത്രം. ആ ഒരു ഇൻസിഡന്റോട് കൂടി അതെല്ലാം മാറും. ഇവർ 3 പേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറും. സായി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്റെ പേരൻസ് ഉപേക്ഷിച്ചതാണ്. അതിനുശേഷം അവൻ ആരെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവൻ മറ്റൊരാളെ വിശ്വസിക്കുന്നതും കൂടെ നിർത്തുന്നതും. അങ്ങനെ അവർ ഒരുമിച്ചായിരുന്നു ബാക്കിയെല്ലാം മിഷനും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് ഓർഗനൈസേഷൻ തകർന്നപ്പോൾ ഹിഗാനും മാരിയും കോഡ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അവിടെ നിന്നും പോകും. അങ്ങനെ സായി വീണ്ടും ഒറ്റയ്ക്കാവും. എന്തായാലും വീണ്ടും പ്രസന്റ് ഡേയിലോട്ട് വരുമ്പോൾ ഹിഗാനും സായിയും അവരുടെ ഫൈറ്റിന് വേണ്ടി സൂട്ടൊക്കെ ഇട്ട് റെഡിയായി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതേ സമയം മൈക്ക് അവന്റെ ബോസിനെ പോയി കാണും. ഓസയുടെ പപ്പേഴ്സ് അല്ലാത്ത കുറച്ചെങ്കിലും മെമ്പേഴ്സ് FBI ഉണ്ടെങ്കിൽ അവർക്ക് ഇവരുടെ കയ്യിലുള്ള ഡേറ്റ കൊടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ അവന്റെ ബോസ് അവനെ സഹായിക്കുന്നില്ല. അപ്പോഴേക്കും ഫൈറ്റ് നല്ല സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെപ്പൺസ് ഉപയോഗിച്ച് ആദ്യം ഫൈറ്റ് ചെയ്തു, പിന്നെ ഫിസ്റ്റ് ഫൈറ്റ് ചെയ്തു. അവസാനം 2 പേരുടെയും സൂട്ട് തന്നെ ഇല്ലാതാവും. അവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് 11ലാണ് കാണിക്കുന്നത് ഹിഗാനും മാരിയും സായിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഓർഗനൈസേഷനെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. പിന്നെ വീണ്ടും അവരുടെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. 2 പേരും അവരവരുടെ സീക്രട്ട് ആർട്ട് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യും. അതിനിടയ്ക്ക് സായുടെ മാസ്ക് പൊട്ടുന്നുണ്ട്. അവന്റെ മുഖം ഒരു സൈഡ് പൊള്ളിയാണ് ഇരിക്കുന്നത്. ഹിഗാനെയും മാരിയെയും രക്ഷപ്പെടാൻ അനുവദിച്ചതിന് ഓർഗനൈസേഷൻ കൊടുത്ത ശിക്ഷയാണിത്. ഫൈറ്റ് ചെയ്ത അവസാനം ഹിഗാൻ സായിയെ തോൽപ്പിക്കും. പക്ഷെ അവനെ കൊല്ലുന്നില്ല. ഇത് നമുക്ക് പിന്നെ തീർക്കാം, എനിക്കിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ടെന്നും പറഞ്ഞ് ഹിഗാൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ജെയ്സൺ ഇപ്പോഴും മറ്റ് ലോക്ക് അഴിക്കാനുള്ള പെടാപ്പാടിലാണ്. പക്ഷെ അതിന് യമയുടെ DNA വേണം. അവളുടെ ലാബ് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് മൈക്ക് ഒരു കാര്യം ഓർമ്മിക്കുന്നത്. യമ അവന് മുമ്പ് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ജെയ്സന് കൊടുക്കും. FBI അവരെ പുറകെ ഉള്ളതുകൊണ്ട് ജെയ്സനെ മറ്റൊരു വണ്ടിയിലാക്കിയിട്ട് മൈക്ക് മാത്രം ഇവർ ഇരിക്കുന്ന ട്രക്കിൽ പോകും. അങ്ങനെ പിടിക്കപ്പെടും. ജെയ്സൺ ഡേറ്റയുമായി രക്ഷപ്പെടും. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ വില്ലന്മാർക്കിടയിലും കാര്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ജോസഫ് ഇത്രയും നാളും ഹിഡൻ ക്യാമറസ് ഒക്കെ വെച്ച് യാമാജിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാമാജി അവനെ ഒഴിവാക്കാൻ പ്ലാൻ ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ ജോസഫ് യാമാജിയെ കൊല്ലാൻ ആൾക്കാരെ വിടും. പക്ഷേ യാമാജി എല്ലാത്തിനും റെഡി ആയിട്ടാണ് ഇരുന്നത്. യാമാജി അവന്റെ ആൾക്കാരെ എല്ലാവരെയും കൂട്ടി ജോസഫിന്റെ ടവറിൽ പോയി അവനെ കൊല്ലാൻ ശ്രമിക്കും. യാമാജിയുടെ ആൾക്കാർ ജോസഫിന്റെ കൂടെയുള്ള എല്ലാവരെയും കൊല്ലും. പക്ഷേ ജോസഫ് ഡില്ലിയുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടും. അവസാനം പഴയ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന സായിയെ കാണിക്കും. പണ്ട് മാരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഫൈറ്റിന്റെ അവസാനം ഹിഗാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്ത് അവൻ പൊട്ടിക്കരയും. ഞാൻ തുടക്കം മുതലേ കാത്തിരുന്ന ഒരു ഫൈറ്റാണ് ഹിഗാൻ വേഴ്സസ് സായി ഫൈറ്റ്. പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു എക്സിക്യൂഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഉപയോഗിച്ച ക്യാമറ ആംഗിൾസും അനിമേഷന്റെ രീതിയും എല്ലാം എനിക്ക് കുറച്ച് ബോറായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.